വഴിയില്ല. അപ്പോൾ ഹേ ഗായ്സ്, അപ്പം ഞാൻ ഇന്ന് ഹെസർഗട്ട എന്ന് പറയുന്ന ഏരിയയിൽ ഒരു ഗ്രാസ് ലാൻഡ് ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് പോകാമെന്ന് വെച്ചു. ആക്ച്വലി അതൊരു പിക്നിക് സ്പോട്ടാണ്. മെയിനായിട്ട് പിക്നിക്കിനും പിന്നെ സേവ് ദ ഡേറ്റ് പോലുള്ള ഫോട്ടോഷൂട്ടിനൊക്കെ ആണ് ആൾക്കാർ അവിടെ മെയിനായിട്ട് വരാറ്. ഞാൻ ചുമ്മാ അവിടെ ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വെച്ചാണ് ഞാനിന്ന് പോകുന്നത്. അപ്പോൾ പോകാൻ നേരത്തെ മാക്സിമം ഒന്നെങ്കിൽ അതിരാവിലെ പോവുക, അല്ലെങ്കിൽ ഈവനിങ് ടൈം കുറച്ച് വെയിലൊക്കെ താഴ്ന്നിട്ട് പോവുക, അല്ലെങ്കിൽ വെന്തൊരു പരുവോ. ഞാനൊക്കെ എത്തിയ നല്ല ഉച്ച സമയത്തായിരുന്നു, വലിയ നല്ല ഫോട്ടോയും കിട്ടിയില്ല. പിന്നെ പോണതിന് മുന്നേ, എത്തുന്നതിന് മുന്നേ ഏകദേശം 1 കിലോമീറ്റർ മുന്നേ ഈ കാണുന്ന വഴി ഇങ്ങോട്ട് പോകണ ഒരു അത്യാവശ്യം നൈസ് ഒരു സ്പോട്ട് വരുന്നത്. ഇതാണ് ആ സ്പോട്ട്, ബാംബു ഫോറസ്റ്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. പിന്നെ മാക്സിമം അവിടെ വെറുതെ ഇരിക്കാണ്ടിരിക്കുക. ഈ കാണുന്ന നെക്സൽ സ്പോട്ട്. പിന്നെ അവിടെ വെറുതെ ഇരുന്ന് അലപ്പൊന്നും ഉണ്ടാക്കാണ്ടിരിക്കുക. അവിടെ കുറേ കുപ്പിയും പാട്ടൊക്കെ കാണാം. ആരവിടെ അനാശാസ്യ പരിപാടികളൊന്നും കാണിക്കാണ്ടിരിക്കുക. നിങ്ങൾക്ക് ഉള്ളിൽ കയറണമെങ്കിലും കയറാം. ഇതിൻ്റെ വാരിക്കുഴി വേണേൽ വിളിക്കാവേ. ഓരോരോ കഴപ്പ്. ഓക്കെ, ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ചപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ റൂട്ടിൽ തന്നെ വിട്ടു. അപ്പോൾ ഈ വന്ന വഴിയിൽ 2 വഴിയുണ്ട്. ഈ വഴിയും ഇതിൻ്റെ മുന്നേ ഒരു ഏകദേശം 500 മീറ്റർ മുന്നേ ഒരു വഴിയുണ്ട്. ഇത് രണ്ടും ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഈ 2 വഴിയിലും പക്ഷേ ബൈക്കേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഈ ലെഫ്റ്റ് സൈഡിലോട്ടൊരു വഴി കണ്ടോ, ആ വഴിയിട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് കാറ് കൊണ്ടുപോകാം. കാറ് കൊണ്ടുവരുന്നവർ ആ വഴി ഈ ലെഫ്റ്റിലേക്ക് തന്നെ പോവുക. ബാക്കി ബൈക്ക് കൊണ്ടുവരുന്നവർ ഇവിടെ കൊണ്ടുപോകും. ഈ വഴിക്ക് ഇവിടെ കയറ്റി കൊണ്ടുപോകണമെങ്കിൽ കുറച്ച് കല്ലും ക്രോസ് എടുക്കുന്നതുകൊണ്ട് ഇച്ചിരി എടുത്തുകൊണ്ട് പോകാനും ചിലപ്പോൾ സ്കിഡ് ആകാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ ഫുള്ള് ഫെയറിംഗ് ഉള്ള വണ്ടികളോ അല്ലെങ്കിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ നല്ലപോലെ കുറവുള്ള വണ്ടികളൊക്കെ ആണെങ്കിൽ ഇത് കണ്ടോ, ഒരു കുഴി എടുത്തുകൊണ്ട് വരണം. അത് വെച്ച് പാടാന്നേ ഉള്ളൂ. നല്ല ഓപ്പൺ സ്പേസ് അല്ലേ? അതെ. അങ്ങോട്ടൊക്കെ ഉണ്ടല്ലോ വേറെ. ഞാൻ അന്ന് വന്നപ്പോഴേ ഈ ഒരു ഏരിയയിലെത്തുന്നത് കുറെ പേര് ബൈക്ക് ഓടിച്ച് വരണം. ഓ, റെഡ് വേണം. അങ്ങോട്ടാ ആദ്യമല്ല, ഇത് ഫുള്ള് ഗ്ലൂ ഒട്ടിക്കണത്. പറിച്ചിട്ട് എടുക്കാതെ തിരിച്ചൊട്ടിക്കാൻ നേരത്ത് പിന്നെ പണിയാവും. സ്ഥലമല്ലേ? ഇത്ര സ്ഥലം ഉണ്ടെങ്കിൽ നിനക്ക് ജോലിക്ക് വേണ്ടി വരുവാ. ഓക്കെ ഗൈസ്, ഈ വീഡിയോയിൽ ഇപ്പോൾ തൽക്കാലം ഇത്രയേ ഉള്ളൂ. എനിക്കറിയാൻ അധികം ഇതിൻ്റെ ഫോട്ടോസും ഞാൻ ഇട്ടില്ല. കുറച്ചും കൂടെ നീറ്റ് ഡിസ്ക്രൈബ് ആയിട്ട് ഫുള്ളായിട്ടൊന്നും കാണിച്ചില്ല. അടുത്ത വീഡിയോയിലൊന്നും ഇമ്പ്രൂവ് ചെയ്യാം. ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് ഷെയർസ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത് കമൻറ്റ് ഡൗൺ ചെയ്യാം.